ശിരുവാണിപ്പുഴയും സാമ്പർക്കാട് പാലവും നമ്മുടെ കേരളത്തിലെ പാലക്കാട് അട്ടപ്പാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നദിയാണ് ഈ ശിരുവാണി നദി അല്ലെങ്കിൽ ഈ ശിരുവാണിപ്പുഴ. പാലക്കാട്ടുകാരുടെയും അല്ലെങ്കിൽ അട്ടപ്പാടിക്കാരുടെയും അതിനോടൊപ്പം തന്നെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരുകാരുടെയും എല്ലാം പ്രധാനപ്പെട്ട ഒരു ജലത്തിൻ്റെ ഉറവിടമാണ് ഈ ഒഴുകിപ്പോകുന്ന ശിരുവാണിപ്പുഴ. ഭവാനി നദിയുടെയും കാവേരി നദിയുടെയും എല്ലാം പോഷക നദിയായി പല സ്ഥലങ്ങളിൽ ഈ ശിരുവാണിപ്പുഴ മാറിക്കൊണ്ടേയിരിക്കും. ശിരുവാണിപ്പുഴയിലെ വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ ശിരുവാണിപ്പുഴയുടെ ഡാമും ഇനിയെല്ലാം കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. അട്ടപ്പാടി ചുരം കയറിയെത്തുന്നവർക്ക് സൈലന്റ് വാലി മാത്രമല്ല, ഈ കാണുന്ന ശിരുവാണിപ്പുഴയും ഈ പുഴയിലെ നീരുറവയും അതെല്ലാം കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. ഈ കാണുന്ന പാലം കടന്ന് നമ്മൾ ചെല്ലുമ്പോൾ എത്തുന്നത് ആദിവാസി ഊരുകളിലേക്കും പിന്നീട് അതിനപ്പുറം തമിഴ്നാട് അതിർത്തികളിലേക്കുമാണ്. ഇടയ്ക്ക് എപ്പോഴൊക്കെയോ ഈ പുഴയുടെ തീരത്ത് മാലിന്യങ്ങൾ കുന്നുകൂടിയപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് അധികൃതരാണ് ഈ കാണുന്ന ഓപ്പൺ ജിംനേഷ്യവും പിന്നീട് ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കിഡ്സ് പാർക്കും ഒരുക്കിയത്. അതുകൊണ്ട് തന്നെ സായാഹ്നങ്ങളിൽ ഈ പുഴയുടെ തീരത്ത് വന്നിരിക്കുവാനും കുട്ടികൾക്ക് കളിക്കാനുമായി ഒരു നല്ലൊരു സ്ഥലമായി ഇത് മാറി. ഇനിയൊരു പക്ഷേ വരും കാലങ്ങളിൽ അട്ടപ്പാടിയും ഈ ശിരുവാണിപ്പുഴയും നമ്മുടെ കേരളത്തിൻ്റെ ടൂറിസ്റ്റ് പട്ടികയിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലമായി മാറട്ടെ. നിറഞ്ഞു തുളുമ്പുന്ന ഈ ശിരുവാണിപ്പുഴയും സന്ധ്യമയങ്ങുന്ന ആകാശത്തെയും സാക്ഷിയാക്കി ഇനി ഇവിടുന്ന് തിരിച്ചിറങ്ങുമ്പോൾ വീണ്ടും ഇവിടെ കാണാൻ ഒരുപാട് കാഴ്ചകൾ ഇനിയും ബാക്കിയുണ്ടെന്ന ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇനി മുന്നോട്ടുള്ളത്. വീണ്ടും കാണാം അടുത്ത വരവിനായി.